മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടില്ലേ മക്കളെ, ഒരു തക്കാളി ചട്നിയുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, വളരെ രുചിയുമാണ്. ഇഡ്ഡലിയും ദോശയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ചട്നിയാണ്. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. പല രീതിയിൽ നമ്മൾ ചട്നി തയ്യാറാക്കും. തക്കാളി ചട്നി ഇതും ഒരു പ്രത്യേക രീതിയാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്നാണ്, കഴുകി എല്ലാം തോർത്തി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു വലിയ സവാള, നമുക്കിഷ്ടമുള്ള അത്രയും സവാള ചേർക്കാം കേട്ടോ. ഞാനൊരു വലിയ സവാള എടുത്തു. പിന്നെ ഒരു 3 നല്ല പഴുത്ത തക്കാളി 3 എടുക്കുന്നുള്ളൂ, അത് മതി നമുക്ക് കേട്ടോ. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 7 വറ്റൽമുളകാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 4-5 ഉള്ളൂ, 2 കൂടെ എടുക്കും ഞാൻ കേട്ടോ. പിന്നെ കായവും എടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താ ചേർക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇത് ഈ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോൾ എന്താ ഇതേ രീതിയിൽ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ മുഖഭാഗം ആ ഭാഗവും കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നെങ്കിൽ ഇത് വിതർന്ന് വന്ന് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പം വഴന്ന് കിട്ടത്തുള്ളേ. അപ്പോൾ ഇതേ രീതിയിൽ സ്ലൈസായിട്ട് നമ്മൾ നമ്മുടെ സവാള ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തു. അപ്പോൾ ആ കഷ്ണവും നമ്മളതിൻ്റെ ആ മുഖഭാഗം അത്രയും ഭാഗവും കട്ട് ചെയ്ത് കളയും കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാൻ പാടില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയും നമ്മൾ അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഞെടുപ്പ് ഉള്ള ഭാഗം നമ്മൾ ഇതേ രീതിയിലങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇത് ഞാൻ ഇതേ രീതിയിൽ നീളത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മക്കൾ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ഒക്കെ അടിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചട്ടിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പ് വെച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം നമ്മുടെ വറ്റൽമുളക് ഇട്ട് പെട്ടെന്നെങ്കിൽ മൂപ്പിച്ചെടുക്കും. ഇപ്പോൾ 7 വറ്റൽമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഈ പിന്നെ ഉഴുന്നും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറേ സമയം എടുക്കും ഉഴുന്ന് മൂത്ത് വരാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നും നമ്മളെല്ലാം മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലാം മൂന്നിട്ടുണ്ട്. നമ്മളീ കോരി എടുക്കുകയാണ്. ഇതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിങ്ങി നന്നായിട്ട് വഴട്ടി മൂപ്പിച്ചെടുക്കും. ക്രിസ്പി ആകട്ടെ. അതിൻ്റെ കൂടെ തന്നെ ആ വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നമ്മളങ്ങ് വഴട്ടുവാണ്. ഇതും കുറേ സമയം എടുക്കും. നമ്മൾ 1 നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട്, സാധാരണ നമ്മൾ ചെയ്യുമല്ലോ സവാളയൊക്കെ മൂക്കാൻ വേണ്ടി. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മൾ തക്കാളിയും ഇട്ട് കൊടുത്ത് ഇതിലേക്കിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. അപ്പോൾ തക്കാളിയുടെ എണ്ണയും എല്ലാം കൂടെ ചേർന്ന് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 സ്പൂൺ നല്ല കാശ്മീരി മുളക് പൊടിയാണ്, അതായത് ചരട മുളക്, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്, നല്ല ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയാണേ. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ 1/2 സ്പൂണും ഒരു ശകലവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് ഇതിനകത്ത് മൂത്ത് വരണം. എല്ലാം തക്കാളിയെല്ലാം വെന്ത് മൂത്ത് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിങ്ങനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഞാനിതെല്ലാം ഇങ്ങനെ കോരി എടുക്കുകയാണ്. എന്നിട്ട് ഈ ചീനിച്ചട്ടിക്കകത്ത് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചൂടോടെ തന്നെ ഈ ചീനിച്ചട്ടി കഴുകണം, അല്ല അതിനകത്തിരിക്കുന്ന പോത്തില്ല പറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആ ഉഴുന്നും മുളകും കൂടെ ഉപ്പും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ പിന്നെ സവാളയ്ക്കകത്ത് ഉപ്പ് ചേർത്താൽ അതനുസരിച്ച് വേണം ചേർക്കാൻ. 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ആദ്യം നമ്മളിതിങ്ങനെ പൊടിച്ചെടുക്കും, അല്ലെങ്കിൽ ഇത് അരയത്തില്ല. നമ്മുടെ സവാളയുടെ കൂടെ കിടന്നാൽ തെന്നി കിടക്കും. അതുകൊണ്ട് ആദ്യം ഇതങ്ങ് പൊടിച്ചെടുക്കുകയാണ്. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. പണ്ട് പുരാതനെയൊക്കെ ചെയ്യുന്ന കറിയാണിത് കേട്ടോ. എല്ലാവർക്കും അറിയാൻ പാടില്ലാത്ത മക്കൾ നല്ല ടേസ്റ്റായത് ഇങ്ങനെ ചെയ്താൽ കേട്ടോ.
നമുക്ക് 2-3 ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാം. അപ്പം ഇതിനി 2-3 ഒന്നും വേണ്ട, നമുക്ക് പൊടി ഇത് ഞാനിങ്ങനെ അരച്ചെടുക്കും കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കണം. ഇതാണ് നന്നായിട്ട് വെള്ളം തൊടിയിക്കാതാണ് അരച്ചത്. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയെ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് ഇതിലേക്ക് നമ്മൾ പിന്നെ 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടിട്ട് മൂത്ത് ബ്രൗൺ കളറാവണം. എന്നിട്ട് അതിലേക്ക് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ആയില്ല, ഞാൻ ഇന്നത്തെ പറ്റലമുളകും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ താളിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ ചേരുവകളും ഇതിനകത്ത് ചേർത്തു. എല്ലാം മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി സവാളയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കും. നമ്മൾ മിക്സി കഴുകി അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെള്ളവും ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ഒന്ന് തിളച്ച് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു 5 പേർക്ക് കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ട്, ഇത് തക്കാളി ചട്നി ഉണ്ട്. ഉപ്പൊക്കെ നോക്കി, ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു ശകലം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളി ചട്നിയല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ. ഞാനിത് കണ്ട സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പം മക്കളെ, ഈ രുചികരമായിട്ടുള്ള തക്കാളി ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് സഹായിക്കണം മക്കളെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണം അമ്മയെ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ അമ്മയുടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.